ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് അതിൻ്റെതായ സ്ഥാനത്ത് അടുക്കും ചിട്ടയിലൊക്കെ വെക്കണം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഴയ സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് ആ ഒരു ബക്കറ്റൊക്കെ നല്ല ക്ലീനാക്കി, എന്താ പറയുക, വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ആദ്യം വാങ്ങിയ സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വേറെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഞാനിതാ ആദ്യമായിട്ട് എല്ലാ ബോക്സും ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കി തുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജോലി എനിക്ക് തന്നെ ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയുക നിർബന്ധമാണ്. കാരണം കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ വാരി വലിച്ചിട്ട പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബോക്സിൽ ഞാനിതാ ആമിസരിപ്പൊടി, പുട്ടുപൊടി. ഇപ്പോൾ പുട്ടുപൊടി ഞാൻ അജ്മിൻ്റെതാണ് വാങ്ങാറ്. ആദ്യമൊക്കെ ഞാൻ പൊടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇതേപോലെ പാക്കറ്റ് വാങ്ങലാന്ന്. ചിലപ്പം പൊടിപ്പിക്കും, ചിലപ്പോൾ ഇതേപോലെ പാക്കറ്റ് വാങ്ങും. പിന്നെ ഇതാ റെഡ് ലേബിളിൻ്റെ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ റാഗിപ്പൊടി. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഇതാ പാസ്ത. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഏകദേശം ഒരു 1-2 മാസത്തോളമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയ സാധനങ്ങൾ അതിൻ്റേതായ നീറ്റിലും വൃത്തിയിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബക്കറ്റ് ഇതുപോലെ ഫുള്ളാക്കിയിട്ട് പിന്നെ ഞാനെടുത്തതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഉഴുന്ന് പരിപ്പ്, കടല. അപ്പോൾ ഇതെല്ലാം മറ്റൊരു ബോക്സിൽ ഇടാത്തതെന്ന്, ചെറിയ ബോക്സിൽ ഇടാത്തതെന്ന് വെച്ചാൽ അതിലൊക്കെ കുറച്ച് ഉണ്ട്. അപ്പോൾ ഓരോ സാധനം അതിലേക്ക് കഴിഞ്ഞാൽ ആ സമയം തന്നെ അത് ക്ലീനാക്കി വൃത്തിയാക്കി തുടച്ചിട്ട് ഇതിൽ നിന്ന് പൊട്ടിച്ചിടും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ വെക്കുമ്പോൾ ഇതേപോലെ ഒരു ബക്കറ്റിൽ കടലപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകൾ, ഒരു ബക്കറ്റിൽ ഇതേപോലെ ചെറിയ പാക്കറ്റുകൾ, മറ്റൊരു ബക്കറ്റിൽ വലിയ മിസരിപ്പൊടി, പുട്ടുപൊടി, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഒരു എയിമിൽ നമുക്ക് വേഗത്തിന് എടുക്കാമല്ലോ. അതായത് ഗരം മസാലയാണ്, ഗരം മസാലേൻ്റെ കൂട്ടാണ്. ഈ ഒരു പാക്കറ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് മറ്റൊന്നും ചേർക്കാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഗരം മസാല കൂട്ടാണത്. എപ്പോഴും നമ്മൾ ഒരേ വീഡിയോ തന്നെ ഇടുന്നേരം കാണുന്നത് നിങ്ങൾക്കൊരു മുഷ് പിടിക്കും. അപ്പം പിന്നെ ഓരോ ദിവസവും ഓരോ ഐറ്റംസിലാക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അന്നേരമാണ് ഞാൻ ഇത് ചിന്തിച്ചത്, ഇന്നേതായാലും എൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നൊരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ നേരിയരിയും പച്ചരിയും, പിന്നെ അതുപോലെ തന്നെ ഒരു ബോക്സിൽ മാഗി, കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതില്ലേ, കുറച്ച് ബാക്കി വെച്ച പാസ്ത, അതൊക്കെ മറ്റൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം നോക്കി നല്ല ശ്രദ്ധിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നീറ്റാക്കിയിട്ട് വെക്കാം. പിന്നെ റവ ഞാൻ ഇതുപോലെ ബക്കറ്റിൽ വെക്കാറില്ല, ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കൽ. കാരണം ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ പുഴു വരുന്ന പോലെ. അപ്പോൾ എനിക്കാവുന്നതാണോ അതോ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനധികം ഫ്രിഡ്ജിലാണ് വെക്കൽ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം, ഒന്നും കേടാകില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ റിയാസ്ക തിരക്കിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ഒരു ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനത് നിർത്തി വെച്ചിട്ട് ഷർട്ട് ഇസ്തിരി ഇടാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും റിയാസ്ക ചോറിനില്ലാത്തത് കൊണ്ട് ഞാൻ ഏതായാലും ചോറുണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ച്. കാരണം ഞാൻ ഒറ്റക്കാണല്ലോ, പിന്നെ എനിക്കായിട്ട് ആക്കണ്ടല്ലോ. എല്ലാം ഇതുപോലെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്ന ദിവസമാണെങ്കിൽ ചോറുണ്ടാക്കുന്ന പണിയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ 1-2 മണിക്കൂർ മെനക്കെടണമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ 5 മിനിറ്റും 10 മിനിറ്റിലായിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുക. പിന്നെ മന്തി റൈസ് ഞാൻ ഗോൾഡാണ് വാങ്ങൽ. എനിക്ക് പാക്കറ്റ് മന്തി റൈസ് അത്ര പെർഫെക്റ്റായിട്ട് തോന്നൂലേ. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണേ. പിന്നെ ഇത് വർക്ക് ഏരിയയിലുള്ള കബോർഡിലാണ് സൂക്ഷിച്ച് വെക്കാറ്. പിന്നെ ചന്ദ്രിക സോപ്പുണ്ട്. പിന്നെ ഈ ചെറിയ സോപ്പ്, ഇത് റിയാസ്കൻ്റെ പണിയാണ് കേട്ടോ. റിയാസ്കാക്ക് വലിയ സോപ്പ് കണ്ടുപിടിക്കൂല, ചെറിയ സോപ്പാണ് ഇഷ്ടം. ഇപ്പോൾ ലെക്സിൻ്റെയാണ്. പിന്നെ കംഫർട്ട്, ലൈസോള്, ഹാർപ്പിക്ക്, റെഡ് ഹാർപ്പിക്ക്, ലിക്വിഡ്. എനിക്ക് പിന്നെ പാത്രം കഴുകാൻ ആ ഒരു ലിക്വിഡ് ആയിരിക്കണേ. സോപ്പാകുമ്പോൾ എനിക്ക് കൈ ചൊറിച്ചിൽ വരും. ഇനിയിപ്പോൾ ഹാൻഡ് വാഷുണ്ട്, ഹാൻഡ് വാഷ്, കോൾഗേറ്റ്. അപ്പോൾ ഇതെല്ലാം ഞാനിതാ വർക്ക് ഏരിയയുടെ ഈ ഒരു കബോർഡിലാണ് സൂക്ഷിച്ച് വെക്കാറ്. ഞാനിതാ മിൽമ ഗീയാണ് വാങ്ങാറുള്ളത്. പിന്നെ മാഗി ക്യൂബ്, അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. പിന്നെ മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, ഇതിങ്ങനെ തന്നെ ബോക്സിൽ തന്നെ വെക്കും. അങ്ങനെ ഓരോ പണി എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ സോപ്പ് പൊടി ഞാൻ ടൈഡാണ് ഉപയോഗിക്കാറ്. പിന്നെ ഞങ്ങൾ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബില്ല് നോക്കണം. അപ്പോൾ എന്തൊക്കെ സാധനം ഉണ്ട്, ഏതൊക്കെ സാധനം വിട്ടു പോയിട്ടുണ്ട്, ഇല്ല, അല്ലെങ്കിൽ കടയിൽ വെച്ച് മറന്നു പോയിനോ,
അതൊക്കെ നോക്കണേ. കാരണം നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങുന്ന സാധനമാണല്ലോ, അപ്പോൾ അതിനൊരു വില കൊടുക്കണ്ടേ. അപ്പോൾ അടുത്ത പണി ഇതാണ്. അപ്പോൾ റിയാസ് ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കൂ, സാധനം എടുത്ത് വെച്ചോ, സാധനം ഓക്കെ ആണോ, ഇങ്ങനെയാണെന്നല്ലോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, അതൊക്കെ ഒന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ബില്ലൊക്കെ കറക്റ്റാണോ, ഇത്ര പൈസ ആയിട്ടുണ്ടോ, എന്താ പറയുക സാധനങ്ങൾക്ക്, അതായത് പഞ്ചസാരക്ക് 1 കിലോ എത്ര റേറ്റ് വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇത് എല്ലാം സെറ്റായി കവറുകളെല്ലാം എടുത്ത് മാറ്റി വെച്ച് പിന്നെ എല്ലാം ക്ലീനിങ് ആണ്. ഈ ഒരു അടുക്കള ക്ലീനിങ് നന്നായി ചെയ്യണം, കാരണം അത്രയും വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചെല്ലാം വാരി സെറ്റാക്കി അതിനുശേഷം കൗണ്ടർ ടോപ്പും അതെല്ലാം ഒന്ന് തുടച്ച് പിന്നെ ഈ ഒരു അടുക്കള മാത്രം ഒന്ന് ക്ലീൻ ചെയ്യണേ, കാരണം നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടുക്കള മാത്രം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അതന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ജോലി അത് പൂർത്തിയാക്കണം. കാരണം വെച്ചാൽ അത് പിന്നീട് ചെയ്യുക എന്നുള്ളൊരു ലെവലാക്കരുത്. ഇപ്പോൾ ഈ ഒരു അടിച്ചു വാരി ആ ഒരു സ്പോട്ടിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കലും കൂടിയും കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടി വരും. അപ്പോൾ ആ ഒരു മടി വരാതെ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു പണിൻ്റെ ഭാഗമാണ് ക്ലീനിങ്ങും കൂടി എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമേ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ക്ലീനിങ്ങും കഴിഞ്ഞ് വർക്ക് ഏരിയയും ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒരു കിച്ചൺ ഉണ്ട് നാട്ടിലെ, അവിടെയൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മെയിനായിട്ട് അടുക്കള ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പാത്രം കഴുകലും അലക്കാനിടലും അങ്ങനെയുള്ള എല്ലാ ജോലിയൊക്കെ വേഗം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെയാണോ സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇതേപോലെ അടിപൊളിയായിട്ട് നീറ്റാക്കി വെക്കാറുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാൻ എങ്ങനെയൊക്കെയോ വെക്കലാണോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.